എടാ എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങളെല്ലാരും കൂടെ ഒരു പാട്ട് പാടി തരുമോ? ഏതാ പാടാ? എല്ലാരും ഒന്നും ഇവിടെ വരി. എല്ലാരും ഒപ്പം പാടി, ഒപ്പം പാടി. അത്രേ ഉള്ളു. ബാക്കി അറിയില്ലേ? ബാക്കി അറിയോ? ഏതാ പാട്ടൊക്കെ? ഇവിടെ എന്താ പരിപാടി? ഇവിടെ മേക്കപ്പ് ഇടൽ തുടങ്ങി. നിങ്ങളെ ബാഗിൽ എന്തൊക്കെയല്ലോ കാണിച്ചു തന്നാണ്? സ്വാഭാവികമായിട്ടും പൗഡർ ഉണ്ട്. പിന്നെ എന്തൊക്കെയല്ലേ? നിങ്ങളോട് പോയിക്കോളി. വേറെന്തൊക്കെയല്ലേ റൂനി? വേറെന്തൊക്കെയല്ലേ? ലിപ്സ്റ്റിക്കും അങ്ങനെ എന്താണ്? ഇത് ക്യൂടെക്സ് അല്ലേ? ഇതെന്താണ്? ഐലൈനർ. ഓക്കെ ഓക്കെ. വേറെന്തല്ലേ? ഇല്ല നമ്മക്കൊന്നും അറിയില്ല, നിങ്ങൾക്കല്ലേ ഇതൊക്കെ അറിയുള്ളൂ. ഇതെന്താ 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 സാധനം? നിങ്ങൾ വേറെ വീഡിയോ ഉണ്ടോ? ഒരു കുട്ടി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ആകെ ഇതൊക്കെ ഇങ്ങനെ കണ്ടോ? ഇതെന്താ പറയാ? ഏതെങ്കിലും ഇങ്ങനെ വാരി ഇതാക്കരുത്. നിങ്ങൾ ഇടക്കല്ല, നിങ്ങൾ എന്നും ഇടലുണ്ട്. എന്നിടണോലുണ്ടല്ലോ. ഞാൻ പാട്ടിണ്ടോ? എനിക്കൊണ്ടെന്നാണോ? അത് പൊളിക്കും. കുറച്ച് തന്നെ എടുക്കണം കേട്ടോ. നിങ്ങളൊക്കെ എന്ന് ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാരാണ്. ഞാൻ കാണലുണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഇടുന്ന സാധനമാണ്. ഇതൊക്കെ എന്താ? ഈ കണ്ണുമ്പത്തൊക്കെ എന്താണിത്? ആണോ? അതന്നെ പറയണത്. ആ കണ്ണുമ്മ തന്നെയാണ്. അത് എപ്പോഴും ഇടരുത്. എനിക്ക് വേണ്ട. ഇതെന്താ ഓരോ സ്റ്റോപ്പൊന്നും ഇത് ഇടൽ തന്നെ ഒരു പണിയാണ്. ഇന്ന് ഈ സാധനം ഇടരുത്. ഒരു ഇട്ടിട്ടില്ലേ? ഇന്ന് ഇടരുത്. ഇത് നിർത്തുമ്പോ ഇടാൻ നിൽക്കരുത്. ആ ബാഗ് ഞാൻ തപ്പിട്ടു കുറച്ച് കഴിഞ്ഞാല്. എന്തൊക്കെയല്ലേ നാസീന്റെ ബാഗിൽ? എന്തൊക്കെയല്ലേ ബാഗിൽ? എന്തായാലേ കുട്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ എന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടോ? ഓക്കെ ഓക്കെ. ആ ഇതിലെന്തല്ലേ? അത് പറഞ്ഞ. ഓ ഇതെന്താണ്? സഞ്ചരിക്കുന്ന മേക്കപ്പ് കട. ഇതിലെന്തൊക്കെയല്ലേ? ഇതെന്താണ്? ഇതെന്താ? ലൈറ്റ് എത്തോ? കത്തിച്ചാ? ആ സോറി ഞാൻ അത് കാണില്ലേ. ഓക്കെ. വേറെന്തല്ലേ? ഒരു കണ്ണാടി. ഓക്കെ. വീണ്ടും വേറൊരു കളർ കണ്ണാടി. വേറെന്തൊക്കെയല്ലേ? ഒരു ഐലൈനർ. നോക്കട്ടെ. ഇതേതാ കമ്പനി? ഡാസിലർ സമ്മാനിക്കുന്ന ഒരു ഐലൈനർ. പിന്നെ എന്തൊക്കെയല്ലേ? ഇതെന്താണ്? ഐഷാഡോ പാലറ്റോ അങ്ങനെ പറഞ്ഞെന്തോ? ഓക്കെ. വേറെന്തല്ലേ? വേറെന്തൊക്കെയല്ലേ? ഒരു ചീർപ്പ്, ഒരു റിബണ്, ഒരു മുടിമുത്ത്. പിന്നെന്തൊക്കെയാണ്? ഒരു കണ്ണാടി. വാവ്. ഒരു കണ്ണാടി ഉണ്ട്. ഇതെന്താണ്? ഒരു ക്ലിപ്പ്. ഒരു ഇതെന്താണ്? ഇതിനെന്താ പറയാ? ക്ലിപ്പ്. മിനി ക്ലിപ്പ്. ഓക്കെ. മിനി ക്രാബ്. ഓക്കെ.
ഇപ്പൊ നമ്മളെ കന്നിതാത്താക്ക് വേണ്ടി മക്കള് ഡെഡിക്കേറ്റ് ചെയ്താട്ടോ. എടാ വരി 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 വരി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇറങ്ങി 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 വരൂ 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 വരൂ. എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട്? അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോ ലിപ്സ്റ്റിക് ഒക്കെ പോയി അല്ലേ? അപ്പൊ വീണ്ടും പരിപാടി ആരംഭിച്ചു. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിക്കണേ? എറണാകുളത്ത് എവിടെയാണ് പോയി നിൽക്കണേ? ഹിൽ പാലസിൽ എത്തിയല്ലേ? അപ്പൊ എന്താ വെച്ചാല് നമ്മള് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്ത് എത്തിയപ്പോ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാല് നമ്മളെ പാഠപുസ്തകങ്ങളൊക്കെ എന്നോ പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിങ്ങളെല്ലാവരും കൂടെ എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് എന്ത് പറയണം വിദ്യാഭ്യാസ മന്ത്രിനോട്? ഇനി മുതൽ നമ്മൾ പാഠപുസ്തകം പരിഷ്കരിക്കുന്ന സമയത്ത് ഡാപ്സി, തിരുമാലി, ഫെജോ, അതേപോലെ വേടന്, പിന്നെ പാരൊക്കെയാണ് MHR, ഇവരൊക്കെ പാടെ ഒരു വട്ടമേശ സമ്മേളനം വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ രീതിയിലൂടെ വേണം നമ്മളെന്നെ കുട്ടികൾക്കുള്ള പാട്ടുകളും കവിതകളൊക്കെ എന്ത് ചെയ്യാൻ ആക്കിയെടുക്കാനെന്നാണ് നമ്മളൊരു അഭിപ്രായം കേട്ടോ. കാരണം അവിടെ മുതൽ ഇവിടെ വരെ ഓരോ റാപ്പിനും വലുത്തുള്ള. എടാ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത അല്ലേ നിങ്ങൾ? കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത അല്ലേ? എന്നാ ഡാപ്സിൻ്റെ ഒരു പാട്ട് കേട്ടോ. ഏതോടാ അതൊന്ന് പാടിക്കാണി. ആ ഏതെങ്കിലും ആ പാടിക്കോളി. പാടടാ. കാലം കാത്തുവച്ച രക്ഷകനെ സിംഹരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്മിട്ടുമില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവത്ത് എല്ലാരും ചൊല്ല ഇവനെ തൊടുവാനായെങ്ങും ചണത്തിരക്ക് കാലം നടുക്കു വച്ച സ്വർഗം പോലും മണ്ട വേൾഡ്. മതി 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 കണ്ടോ? അതായത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത വെച്ചവർക്ക് കിട്ടണില്ല. അപ്പോൾ ഡാപ്സിൻ്റെ പാട്ടാണ് പറഞ്ഞാൽ ഇനിയിപ്പോൾ MHRൻ്റെ പാടാൻ പറഞ്ഞ പോലെ പാടും, ഫെജോൻ്റെ പറഞ്ഞാൽ പാടും, തിരുമാലിൻ്റെ പാടാൻ പറഞ്ഞാൽ പാടും. അതായത് ഇവരൊക്കെ പാടും. അതിപ്പോൾ നമ്മൾ പുസ്തകത്തിൽ എന്തുകൊണ്ട് വരും? ഇപ്പം നമ്മൾ പഠിക്കണ്ടല്ലോ ഒരു കവിത ഇങ്ങനെ തന്നിട്ട് അതിൻ്റെ അടിയിൽ MT വാസുദേവൻ നായർ അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷിന് തന്നെ പകരം ഇനി ഭാവിയിൽ എങ്ങനെ ആവണത് ഈ ഇവരെ പാട്ട് ഇങ്ങനെ കൊടുക്കുക. അതായത് അല്ലെങ്കിൽ ഇവർക്ക് പഠിക്കാനുള്ള പാട്ട് ഈ ഡാപ്സിൻ്റെ അടുത്തും ഇവരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി കൊടുത്താണ്ട് ഈ റാപ്പ് മൂഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ഡാപ്സി, കവിത എഴുതിയ ആള് ഡാപ്സി അല്ലെങ്കിൽ തിരുമാലി, ഫെജോ, ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം പറഞ്ഞാൽ അസീം ഒരു പാട്ട് എഴുതുന്നില്ല. ആ പാട്ടം പഠിക്കാം. വണ്ടിന്ന് പാടിയ പാട്ട് ലണ്ടൻ ഞങ്ങൾ കോട്ടയമാക്കും, ന്യൂയോർക്ക് കൊച്ചിയാക്കും, മെൽബോണും വേണേൽക്കുന്നും കുളമാക്കും, മിഡിൽ ഈസ്റ്റ് മലബാറും. വേഷം നോക്കി വെറുക്കില്ല, നിന്റെ അന്നം ഇവിടെ മുടക്കില്ല, വേഷം കെട്ടി കളിച്ചാലോർത്തോ കേരളമാണിത് പൊറുക്കില്ല. ഇത് അയ്യങ്കാളി നാടാ, അയ്യപ്പൻ്റെ നാടാ, പള്ളിക്കൂടം തുടങ്ങിയ ചവറച്ച അത് നങ്ങേലിയുടെ നാടാ, കൊച്ചണ്ണിയുടെ നാടാ, ചറവച്ചർ നാടാ, അത് നങ്ങേലിയുടെ നാടാ, കൊച്ചണ്ണിയുടെ നാടാ, പരകിയ വിറപ്പിച്ച കുഞ്ഞാലിയുടെ ചോര മണ്ണടാ. അപ്സൈഡ് ഡൗൺ ഒരു ദുനിയ, ഇത് മുങ്ങി കടക്കണ ബഹറ, ഇത് കടല് കടന്നൊരു വിളിയ, എടമലയാളി ഫ്രം ഇന്ത്യ, ദുബായ്, ജപ്പാൻ, കൊറിയ, USA, UK, മലേഷ്യ, ഇത് ലണ്ടനിൽ പോലും ഉണ്ടടാ, എടമലയാളി ഫ്രം ഇന്ത്യ. കണ്ടോ? അതായത് നിലവിലുള്ള റാപ്പുകളൊക്കെ ചെക്കന്മാർ സിമ്പിളായിട്ട് പാടും. നേരെ മറിച്ച് കവിത എല്ലാം പറഞ്ഞ ചൊല്ലണില്ല. അതായത് നമ്മളിത് പരിഷ്കരിക്കുന്ന സമയം അതിക്രമിച്ചു എന്നാണ് നമ്മളെ അഭിപ്രായം. അതായത് ഞാൻ പറഞ്ഞൊരു കവിതകളൊക്കെ മാറ്റി ഈ ഒരു മൂഡിലേക്ക്. ഇപ്പം എന്താ വെച്ചാൽ 4ാം ക്ലാസ്സിലെ കവിത തന്നെ ഇപ്പം ഞാൻ ഇനിയിപ്പോൾ ഈ പഠിക്കണ്ട് വരിക സാഹചര്യമൊക്കെ പഠിക്കണം. അതൊക്കെ നമ്മൾ ഇനി റാപ്പിക്ക് മാറ്റാൻ പോകണം നാളെ മുതൽ കേട്ടോ. ഇനി ഫുള്ള് റാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണത് പഠിക്കാൻ വേണം. നമ്മളെ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോൾ അംശി നാരായണ പിള്ള ചൊല്ലിയൊരു കവിത അല്ലേ ഒരു പാട്ടുണ്ട്. എന്താണ് പാട്ട്? ആകെ ഞാൻ ഇനി നാളെ മുതൽ അങ്ങനെ ഒന്നല്ല പറഞ്ഞത്. കാമോൺ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് ഇനി ഫുള്ള് റാപ്പ് മൂഡിലേക്കാണ് നിങ്ങൾക്ക് പാടി തരുന്നത് കേട്ടോ. കാരണം എന്നാലേ നിങ്ങൾ പഠിക്കണുള്ളൂ. എങ്ങനെ ഉണ്ടാവും? ഏതാ നല്ലത്? ആ രീതി വേണോ അതോ നമ്മൾ ഈ റാപ്പ് മൂഡിൽ വേണോ? റാപ്പ് മൂഡ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ അഭ്യർത്ഥന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മാനിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ ഞാൻ പറയുമ്പം ഈ പിന്നെ കായിക താരങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല ലെവൽ ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ജോലി കൊടുക്കണേ. അതേമാതിരി ഈ റാപ്പർമാർക്കൊക്കെ ഇനി എന്ത് ചെയ്യണം? ഭാവിയിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി കൊടുത്തിട്ട് ഓരോ SCRTക്കൊക്കെ എടുക്കണം എന്നാണ് നമ്മളൊക്കെ ഒരു അഭിപ്രായം. കാരണം കുട്ടികൾക്ക് ആ ഒരു ലെവലിൽ അയക്കണ പോലെ ഫുള്ള് റാപ്പ് അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ടി വരുന്നതാണ് നമുക്കിപ്പോൾ ഇതിൽ തോന്നണത്. അതായത്
ഇപ്പം നമ്മൾ ടീച്ചർമാരൊക്കെ അന്തം മുഴുവൻ വരെ ഈ ഒരു കഴിവ് കണ്ടിട്ട്. കാരണം കടുകട്ടി വാക്കുകളൊക്കെയാണ് ഒരു സിമ്പിളായിട്ട് എന്ത് ചെയ്യണത് പഠിച്ചിരിക്കണം. വേറെ ഒരു റാപ്പ് പാടാൻ പറ്റും നിങ്ങൾക്ക്? ആരത്തെ പാടാ? തിരുമലിന്റെ റാപ്പ് പഠിക്കുന്നോ? ഫീറ്റടിച്ചപ്പ റാപ്പടി റാപ്പടിച്ചപ്പ തീപ്പൊരി തീപിടിച്ചപ്പ മൂട്ടിൽ മിണി നേരം കൊണ്ടൊരു മാത്തിരി കാറ്റടിച്ചപ്പ കാട്ടുതീ കമ്പിത്തിരില്ലാത്തിരി തീപ്പടി കൊണ്ട് തീ കൊടുത്താലുല്ലാസ പൂത്തിരി പച്ച മലയാളി പച്ച മലയാളി പൂശ മുതലാളി മദ്യം ആദിറാശി വായെടുത്താൽ വായാടി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തും. ഓഫ്, ഇവര് 4ാം ക്ലാസ്സുകാരാണ്. അപ്പം ഞാൻ വരുമ്പോൾ ഇനിയിപ്പോൾ അടുത്തുള്ള 4ാം ക്ലാസ്സിൻ്റെ പുസ്തകമൊക്കെ മാറാൻ പോകണേ. 4ൻ്റെ 2ൻ്റെ ഒക്കെ അച്ചടിച്ച് വരട്ടെ, ഈ പാട്ടൊക്കെ വരട്ടെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എന്താണ് സുഖമാണ്. അത് ഓർക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടി വരും എന്നപ്പോൾ തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. അല്ലാതെ ഇങ്ങനെ കവിത ഒക്കെ ചൊല്ലിക്കൊടുത്ത് അത് പഠിച്ചാൽ പറഞ്ഞാൽ പഠിച്ചോളൂ. ഇതുണ്ടോ, ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കാണ്. അത് 4 വട്ടം കേട്ടാൽ അത് അവിടെ ഉണ്ട്, സാധനം ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കുട്ടികൾ. അതായത് നിലമ്പൂർ മുതൽ ഇവിടെ എറണാകുളം വരെ റാപ്പോട് റാപ്പ്, ഫുള്ള് റാപ്പ്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം റാപ്പാണോ നല്ല പാട്ടുകളാണോ? റാപ്പ്, അതിന് സംശയമൊന്നുമില്ല, റാപ്പുകൾ മാത്രമാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഹിൽ പാലസ് കയറാൻ പോകട്ടെ. അപ്പോൾ ഇനി ബാക്കി നമ്മളവിടെ കയറിയിട്ട് കാണിച്ചു തരാം. എടാ, ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചു വളർന്ന സ്ഥലമായിട്ടത്. പണ്ടിൻ്റെ വല്ലിപ്പാൻ്റെ വല്ലിപ്പ മൂപ്പരേന് ഇവിടുത്തെ രാജാവ്. കള്ളോ? നമ്മളൊരു കാര്യം പറഞ്ഞത് തള്ളു. അതായത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ജനിച്ചു വളർന്നു. അതായത് എനിക്ക് തോഴിമാരൊക്കെ ഉണ്ട് ഇന്നൊക്കെ നോക്കി നടക്കാൻ. ആ, തോഴിമാര് നോക്കാൻ. കൊച്ചി രാജാക്കന്മാർ 1800-കളിൽ കാണാന് കേക്ക്. അപ്പൊ പാലസില് നമുക്ക് അവര് താമസിച്ചിരുന്ന വലിയ കൊട്ടാരല്ലേ. കൊട്ടാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സാധാരണ വീടിനേക്കാളും നല്ല. അതിന്റെ ഉള്ളിൽ നമ്മൾ കേറി നടക്കാൻ പോകണം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് അവർ ഉപയോഗിച്ചിരുന്ന രഥങ്ങള്, പണ്ട് അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് കുതിരവണ്ടിയും ഒക്കെ ആയിരുന്നു. അന്നത്തെ നാണയങ്ങള്. പിന്നെ മറ്റൊരു പ്രത്യേക സാധനം ഉണ്ട്. അന്ന് ഒരു ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ പക്ഷികളെ കൊണ്ട് കൊത്തിച്ചിട്ട് കൊല്ലുന്ന ഒരു കൂടുണ്ടായിരുന്നു. ആ ഒരു കൂടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആളെ കയറ്റിയിട്ട് അത് തൂക്കിയിടും. എന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ ഇടും. അപ്പോൾ ഈ പക്ഷികളൊക്കെ വന്നിട്ട് കൊത്തി ഇയാളെന്താവും, വെയിലും കൊണ്ട് ചൂടും കൊണ്ട് ആ കുറ്റവാളി മരിച്ചു പോകും. പക്ഷികൾ വന്ന് കൊത്തി പിന്നെ കഴുകന്മാരൊക്കെ വന്ന് തിന്നുന്നാ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാധനമൊക്കെ നമുക്ക് പിന്നെ മ്യൂസിയം കൂടിയുണ്ട്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ സിംഹാസനം, രാജാവ് ഇരുന്നിരുന്ന സിംഹാസനം കഥയിൽ കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പം ആ സിംഹാസനം, അതുപോലെ ദർബാർ ഹാള്, രാജാവും മന്ത്രിമാരൊക്കെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്ന ഹാളുകളൊക്കെയാണ് നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ലൈനായിട്ട് പോവാം. ഓക്കെ, അപ്പൊ ലൈനായിട്ട് വേണം പോവാൻ. ഞാനൊക്കെ കൊറേ ആൾക്കാർ ആ കൂട്ടിലിട്ട് കൊന്നിട്ട് ഇല്ല. ഞാൻ ഇവിടുത്തെ ഇളമുറ രാജാവല്ലേ, ഞാനെങ്ങനെ മരിക്കണേ? അതെന്താ, എനിക്ക് പ്രായമാവില്ല. എനിക്ക് മമ്മൂട്ടിക്കൊന്നും പ്രായമാവില്ല, അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് മൊഞ്ചോഫീമിയ പറഞ്ഞ അസുഖം ഉണ്ട്, എനിക്കും മമ്മൂട്ടിക്കൊക്കെ. ഞങ്ങൾക്ക് പ്രായമാവില്ലല്ലോ, അതാണ് ഞാൻ അന്നും ഇങ്ങനെയാണ് ഇന്നും ഇങ്ങനെയാണ്. കാര്യം പറഞ്ഞേ, എനിക്ക് മമ്മൂട്ടിക്കൊന്നും പ്രായമാവില്ല. മൊഞ്ചോഫീമിയ പറഞ്ഞ അസുഖമാണ് ഞങ്ങൾക്ക്, ഡോക്ടർമാർ സ്ഥിരീകരിച്ചാണത്. അപ്പം ഞങ്ങളിപ്പോൾ എന്താ കാട്ടണേന്? അപ്പം നമ്മളന്നും ഇങ്ങനെയാണ് ഇന്നും ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പ്രായം തോന്നിക്കണില്ല. ഇവിടെ കൊട്ടാരത്തിലുണ്ടായിരുന്നൊന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. പിന്നെ ആ കൂട്ടിലിട്ട് എത്ര ആളെ കൊന്നു? ഇനി നിങ്ങൾക്ക് ഉള്ളിലെത്തിരി കാണിച്ചിട്ട് എനിക്ക് വിശ്വാസം ഇങ്ങോട്ട് വരും. ആ, കാണിച്ചു തരാം. ആയിക്കോട്ടെ. പിന്നെ എൻ്റെ തലങ്ങും വിലങ്ങും ആൾക്കാരെ ഇനി അതൊക്കെ ഇപ്പൊ പറയണില്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളിപ്പോ ഇങ്ങോട്ട് വരിക, ഒക്കെ കാണിച്ചു തരാം. ഞാൻ യുദ്ധം നടത്തി വാളും കൊണ്ട് ഇവിടെ ഒരു നിർത്തം നിൽക്കണേ. ഞാൻ അന്ന് ഇപ്പൊ നിക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് വരി, വയസ്സായില്ല നമുക്ക്. എടാ, അതൊന്നും ഇപ്പൊ ബെൽക്കാറില്ല. ഇപ്പൊ ആൾക്കാരൊക്കെ മാറിയില്ലേ, പണ്ടത്തെ മാറിയല്ലോ. നിങ്ങൾ വരിക, നിങ്ങൾ നടക്കി തള്ളാൻ വെച്ച. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്ഥലമായ ഹിൽ പാലസിലേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുന്നു.
എടാ വേറൊരു കാര്യമുണ്ട്. ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്റെ ഫോട്ടോ കാണും ഈ രാജാക്കന്മാരുടെ കൂട്ടത്തില്. അപ്പൊ സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്, ഇന്നെ ഇവിടെ പിടിച്ചേക്കും കേട്ടോ. നിങ്ങൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കി ഇന്നെ ഇവിടെ പിടിച്ചേക്കും. ഇന്റെ ഫോട്ടോ അവിടെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ നിങ്ങൾ ഒച്ച മുളിയൊന്നും ഉണ്ടാക്കരുത്. ആർക്കും ചെയ്യരുത്. മണിച്ചിത്രത്താഴിൽ ആദ്യം ഷൂട്ട് ചെയ്യുന്ന ഭാഗം സൗണ്ട് ഉണ്ടാക്കരുത് മക്കളെ. എവിടെയൊക്കെ ഉണ്ടാവും, ഒച്ച ഉണ്ടാക്കില്ല. അതിലെവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. ഇതെന്താ അറിയോ? ഏത്? അല്ല ഓരോരുത്തരുടെ പേരാണ്. കേരളവർമ്മ, രവിവർമ്മ, കുഞ്ഞിക്കിടാവ്, കുഞ്ഞിപ്പിള്ള, അങ്ങനത്തെ പേരുകളാണ്. ഞാനതല്ല, ഇങ്ങോട്ട് വരും. ഇവിടെയാണ് ഈ ബാക്കിൽ നിൽക്കണ ഞാനാണ്, ഏറ്റവും ബാക്കിൽ. ആ കൂട്ടത്തില് അതിലേറ്റവും ബാക്കിൽ. എടാ കണ്ടോലും മാറി കൊടുക്കി, കാണാത്തവർക്ക് അവസരം കൊടുക്കി. അതിലേറ്റവും ബാക്കിൽ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. അന്ന് ക്യാമറ ഒന്നും ഇല്ലല്ലോ. ഏറ്റവും ബാക്കിൽ തല അങ്ങനെ ചെരിഞ്ഞിക്കണുണ്ടോ ഒരാള്? എന്നെ തുടരുത്. എന്റെ ഫോട്ടോ എടുത്തില്ല നിങ്ങള്. ചെല്ലി കണ്ടില്ലേ? എന്താണ് തരാം ഇവിടെ സംഭവം തരാം. ഒരു 5 മിനിറ്റ് അവിടെ നിക്കി ഓടല്ലേ. എങ്ങനെയുണ്ട്? അതായത് പണ്ട് കാലത്തെ ഒരു ശിക്ഷ കൊടുത്തതിനൊരു ഇതാണത്. അതായത് ഓവറായിട്ട് അലമ്പാക്കണ പോലെ ഇതും കൂടെ നടത്തിക്കും. അപ്പൊ എന്താ ചെയ്യും? കാല് കൊള്ളു ഇതേപോലെ. എടാ എല്ലാരും ഇല്ലേ? എല്ലാരും ഇല്ല വെച്ചപ്പോ ഇല്ലതൊക്കെ ഉണ്ട്. എടാ ഇനി അലമ്പുണ്ടാക്കാൻ നടക്കണോ? അലമ്പുണ്ടാക്കിയാ ചെരുപ്പിടാതെ നീ കൂടെ നടത്തിക്കും. നടന്നീനോ? അതായത് ചെരുപ്പ് കൈ പിടിച്ച് നടന്നതി കൂടെ. നമ്മക്ക് പേടിയില്ലല്ലോ അല്ലേ? മെല്ലെ നടക്ക് കാണട്ടെ. നീ കുറച്ചു നേരം നിന്നാണ് 2 മിനിറ്റ് അവിടെ നിന്നാണ്. അഞ്ഞ് മെല്ലെ നടന്നാണ്. അന്റെ സൗണ്ട് ഉണ്ടാക്കി വിളിക്ക്. അപ്പഴല്ലേ വരുള്ളൂ. അമ്മേനോ? മാന്റെ സൗണ്ട് ഉണ്ടാക്കി. മാന്റെ മാമ വരുള്ളൂ. ഇതെന്താ ആടും കുട്ടിയോ? കൊടുക്കി. നിക്കി എടാ ബാക്കിൽ മാറി. ഇതെന്തെങ്ങനെ കറങ്ങണ? നേരെ ആട്ടിങ്ങളെ. എടാ അതിന്റെ അടുത്തത് മാറിട്ടോ. ആട്ടിയുടെ അതിന്റെ ചോട്ടിലാ നിക്കില്ലേ? എന്റെ കാലൊക്കെ തട്ടുമേത്ത്. എടാ നിങ്ങള് ദേഷ്യം തീർക്കണ്ടോ? എടാ മതി നിർത്തി മതി. നിർത്തി പിടിച്ചെടുത്ത് അതിൻഷാൻ. എടാ ഇതിന്റെ അടുത്ത് വന്നിക്കല്ലേ? ആദ്യമായിട്ട് വന്നിക്കല്ലേ? മേത്തോട്ടു ഊഞ്ഞാല് മേത്തോട്ടു. അതെ നിങ്ങളെ പറഞ്ഞോളി. നിങ്ങൾ ഏത് സ്കൂളാണ്? സ്കൂള് എന്താ പറയല്ലേ? പറഞ്ഞോളി. ഒരു ഗ്യാപ്പ് കൊടുത്താൽ ഓലയില് പോയിക്കോട്ടെ.
ഓക്കെ നിങ്ങൾ ചോദിച്ചിന് എല്ലാവരോടും പറയണ്ട് പോരെ. ഏത് സ്കൂൾ പറഞ്ഞത്? ശരി. എല്ലാ കുട്ടികളോടും ബാക്കിയുള്ള കൂടെ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ വീഡിയോ ഒക്കെ കാണുന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പൊ ഇനി നമ്മളെ വീഡിയോകൾ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണട്ടോ എല്ലാരോടും. ബൈ. നമുക്കൊരു സെൽഫി വീഡിയോ കൂടെ എടുത്താലോ? എല്ലാവരും കൂടെ പോയിക്കോളി. ഓക്കെ, പറഞ്ഞോളി. ഓക്കെ, അപ്പൊ കാണാട്ടോ. ബൈ ബൈ ബൈ. എല്ലാരോടും കാണാം, എവിടെങ്കിലും വെച്ച് ഇതേമാതിരി കാണാം. ഓ ബൈ. ടീച്ചർമാരൊക്കെ അല്ലേ അവിടെ? അങ്ങോട്ട് പോയിക്കോളിട്ടോ. അല്ല, ഇനിമ ചവിട്ടരുത് കേട്ടോ, ഷോക്ക് അടിക്കും. അതിന്റെ ബാക്കിൽ അതിന്റെ ബാക്കിൽ അതാ എനിക്ക് ഷോക്ക് അടിക്കില്ല, അതേപോലെ അല്ലേ നിങ്ങള്. ബാക്കേക്ക് ട്രെയിൻ എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക? പിന്നെ ഈ ട്രെയിൻ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കൂല. ഇത് സൗണ്ട് ഉണ്ടാക്കാത്ത ട്രെയിൻ ആട്ടോ. മെട്രോ ഹാപ്പി അല്ലേ? സ്റ്റേഡിയത്തിനായാലും ചിലപ്പോ പോയാൽ നോക്കട്ടെ, സ്റ്റോപ്പ് നോക്കട്ടെ. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? എടാ എങ്ങനെയുണ്ട് അടിപൊളിയാണോ? ആദ്യമായിട്ടാണോ മെട്രോയിൽ? ആദ്യമായിട്ടാണോ? ഓക്കെ ഓക്കെ. ആയിക്കോട്ടെ. ഏതാ പാട്ടൊക്കെ? മെട്രോയില് കയറി ഫുള്ളാരമ്പ്. Banana,
തമന്നടാ അബ്സൈഗോട്ടൊരു ദുനിയ ഇത് മുങ്ങി നടക്കണ ബഹയ അത് കടൽ കടന്നൊരു വിളിയ എട മലയാളി ഫ്രം ഇന്ത്യ ദുബായ് ജപ്പാൻ കൊറിയ USA UK മലേഷ്യ ഈ ചന്ദ്രനിൽ പോലും മുണ്ടടാ എട മലയാളി ഫ്രം ഇന്ത്യ. ഷഫീഖ ആ വീണ് ചെരുപ്പിടി ഷഫീഖ് എന്താ പറഞ്ഞേ എന്തോ പറഞ്ഞല്ലോ സാറേ ചോദിച്ചേ ഊണ് കഴിച്ചോണ്ടല്ലോ ഊണ് കഴിച്ചോന്നേട്ടോ ചോദിച്ചു അവിടെ നിങ്ങളെ ആൾക്കാരേതായാലും വാട്ടർ പെട്രോ കൊച്ചി വാട്ടർ പെട്രോ നിനക്ക് വെയിറ്റ് ടീച്ചർ കയറിക്കോ ഏടാ നിങ്ങളെല്ലാരും അപ്പൊ നമ്മളുള്ളത് മെട്രോയിലാണ് വാട്ടർ മെട്രോയിലാണ് പിന്നെന്താ പറയാനുള്ളത് നല്ല പ്രയോഗ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറേ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ബോട്ട് പിന്നെ കൊറേ പക്ഷികൾ പാറി നടക്കുന്നുണ്ട് പിന്നെ വെള്ളങ്ങൾ ഒഴുകി നടക്കുകയാണ് പിന്നീട് എന്താ ഡോൾഫിൻ ഉണ്ടല്ലോ അത്ര ഞങ്ങള് ബോട്ട് വാട്ടർ മെട്രോൾ ആട്ടക്കാശ് ഇവിടെ ഇപ്പൊ ഉള്ളത് ഞങ്ങള് കടലിലൂടെ കടന്നു പോകുകയാണ് കാണുന്നത് കൊറേ ബോട്ടുകള് പിന്നെ ബിൽഡിങ് പിന്നെ ഒരു തോണി പിന്നെ കൊറേ മരങ്ങളൊക്കെ ആട്ടോ ഗൈസ് കാണുന്നത് യെസ് ഏസിന്റെ തണുപ്പ് പോരാട്ടോ റൂത്താത്ത വരെ കറക്റ്റാണ് ഏസിന്റെ തണുപ്പ് പോരാ മെട്രോനെക്കാട്ടി തണുപ്പില്ല ഗൈസ് ഇവിടെ സാറ് അറപ്പ് വെച്ചതാണ് നൈഷത്താനെ കൊണ്ടിരുന്നത് പക്ഷെ കൊണ്ടുപോകില്ല അടുത്ത ട്രിപ്പ് കിട്ടാ ഓക്കെ തരൂലേ അല്ല അത് മാണോ നമുക്ക് വേണ്ട മാ പ്രശ്നാണ് നമ്മള് പെണ്ണുങ്ങളെന്നാലും കൂടി കുടിച്ചല്ല മാക്ക് നമ്മളെതിരാട്ടോ മാ കുടിക്കണ പേടിയാണ് ഒന്നുമില്ല വെറുതെ പേടി ഈയിടായിട്ടേ മാ കണ്ട ഒരു പേടിയാണ് മാണ് ഗ്രീഷ്മ മറ്റോന് കൊടുത്ത് കഷായ കൊടുത്തിക്കണ് മായും കൊടുത്തിക്കണ് എന്തൊക്കെയാ കാട്ടിക്കണ് ഫ്രൂട്ടി അല്ലേ ഫ്രൂട്ടിക്ക് നമുക്ക് പ്രശ്നമല്ല മാക്കാണ് നമ്മളെതിര് എന്താ നീലാറ്
സായിപ്പന്മാരോടൊക്കെ പോയിങ്ങോട്ട് ഫുൾ ഇംഗ്ലീഷ്. എടാ നമ്മളെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിനി? അടിപൊളിയായി. എല്ലാവരും നല്ല എൻജോയ് ചെയ്തില്ലേ? അപ്പം നമ്മൾ ട്രിപ്പ് അവസാനിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ലുലു മാളിലൊക്കെ കയറിയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പോവാണ്? ഫുഡൊക്കെ പോകണം. എന്ത് ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പം നിങ്ങൾ പറഞ്ഞത് പ്രകാരം നമ്മൾ നമ്മുടെ നാടൻ മന്തി നമ്മൾ ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, എന്നാൽ നാടനല്ലാത്തൊരു അടിപൊളി മന്തി. ആ, ഒരു നാടനല്ല കേട്ടോ, ഒരു വെറൈറ്റി മന്തി, അൽഫാം മന്തി. അപ്പം നിങ്ങളെ ആവശ്യപ്രകാരം അൽഫാം മന്തി നമ്മൾ ഓർഡർ ചെയ്തിരിക്കണത് വരികയാണ്. അപ്പം നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ടാണ് ഇനി നാട്ടിൽ പോകും. അപ്പോൾ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ 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 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ട്രിപ്പ്? നിങ്ങൾ കരുതിയ എല്ലാ കാര്യങ്ങളും നടന്നില്ലേ? നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോയില്ലേ? അപ്പം നമ്മൾ അവസാനിപ്പിക്കാൻ പോവാട്ടോ. അപ്പം എല്ലാവരും ആയിക്കോട്ടെ ഹായ് പറഞ്ഞണി, ഒരു ബൈ 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 ബൈ. ഓക്കെ ഓക്കെ ഓക്കെ.